ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? സുഖല്ലേ? ഞാൻ ഒരു റീപ്ലൈ വീഡിയോ ഇട്ടാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഡെലിവറിൻ്റെ വീഡിയോ ഇട്ട ടൈമിൽ ഒരുപാട് എനിക്ക് ഇൻസ്റ്റയിലും മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബിലും നമുക്ക് മെസ്സേജസ് വന്നിട്ടുണ്ട് കേട്ടോ, കമൻസിൽ. അപ്പോൾ എനിക്ക് കത്തീറ്റർ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്തതെന്നുള്ള എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അതായത് എനിക്ക് ഡെലിവറി പെയിന് ഉണ്ടായിരുന്നില്ല കേട്ടോ. മീൻസ് ഇങ്ങനെ വരും പോവും അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് ഡോക്ടർ എത്തിയപാട് ഞാൻ എത്തുന്നത് 31 ഒരു 4 o'clock 5 o'clock ആ റേഞ്ചിലാണ് നമ്മളവിടെ എത്തുന്നത് കേട്ടോ. അപ്പോൾ എത്തിയപ്പോൾ എനിക്ക് ഇൻസേർട്ട് നോക്കിയപ്പോൾ, അതായത് നമ്മൾ കൈ വെച്ച് പരിശോധിക്കുമ്പോൾ എനിക്ക് വികസിച്ചിട്ടില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഈ യൂട്രസ് വികസിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ട്യൂബാണ് കേട്ടോ. നോർമലി ഒരു ട്യൂബാണ്. ഞാനത് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ആ ട്യൂബിൻ്റെ പിക്ചർ എൻ്റെ കയ്യിലില്ല കേട്ടോ. ഞാനത് ഓരോന്നിന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്കത് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഞാനത് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. അത് ഇട്ടത് എന്തിനാ വെച്ചാൽ നമുക്ക് ഡെലിവറി പെയിന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് എന്താ പറയുക, അത്യാവശ്യം നല്ല പെയിൻഫുള്ളായിരുന്നു എൻ്റെ എക്സ്പീരിയൻസിൽ കേട്ടോ. പലർക്കും പെയിൻഫുള്ളല്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വന്നത് വെച്ച് നോക്കുമ്പോൾ അതെനിക്ക് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു കേട്ടോ. എന്നാൽ ഡെലിവറി പെയിൻ്റെ അത്രയ്ക്കില്ല എന്നും എന്നാൽ പെയിൻഫുള്ളായിരുന്നു. അപ്പോൾ അത് ഇടുന്നത് എന്തിനാ വെച്ചാൽ നമ്മളെ എന്താ പറയുക, യൂട്രസിൻ്റെ വികസിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇടുക. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഇൻസേർട്ട് ഇടുമ്പോൾ നോർമലി ഒരു ട്യൂബാണത്. ട്യൂബ് ഇൻസേർട്ട് കയറ്റുമ്പോൾ ഒരു വേദന ഉണ്ടാവും കേട്ടോ. അങ്ങനെ അത് കയറ്റി കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി നമ്മളോട് പറയും പാൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമുക്ക് പാൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ പാൻറ്റീസ് യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് 5:30 എനിക്ക് എൻ്റെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. നാട്ടിൽ ഇൻഷുറൻസ് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് 5:30 എനിക്ക് അത് ഇൻസേർട്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു 10 o'clock 10 o'clock ഒക്കെ ആവുന്നത് വരെ എനിക്ക് എന്താ പറയുക, അത് ഇതാക്കിയിട്ടില്ല കേട്ടോ, റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഉമ്മ ചോദിച്ച് ഇത് എപ്പോഴാണ് വീഴാന്നൊക്കെ ഡോക്ടറോട് ചോദിച്ചു. നമ്മളെ ഇൻസേർട്ട് വെച്ച കാരണം നമുക്ക് ഭയങ്കര എനിക്ക് ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ. അപ്പം അങ്ങനെ ഉമ്മച്ചി പോയിട്ട് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് ബോളായിട്ട് അത് നോർമലി വീഴുന്നതാണ് കേട്ടോ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതെനിക്ക് പുറത്തേക്ക് വീഴുന്നില്ല. പുറത്തേക്ക് വീഴുക എപ്പോഴാണ്, നമ്മുടെ യൂട്രസ് വികസിച്ചാലാണ് അത് പുറത്തേക്ക് വീഴുക. അങ്ങനെ മോർണിംഗ് ആയിട്ടും, അതായത് 4 o'clock ആയപ്പോഴാണ് എനിക്കത് എന്താ പറയുക, അപ്പോഴും എൻ്റെത് പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷെ എൻ്റെ വേറൊരു കസിന് ഇത് ആക്കിയപ്പോൾ അത് നോർമലി ട്യൂബ് പുറത്തേക്ക് വീണെന്നാണ് കേട്ടോ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കത് പുറത്തേക്ക് വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ 4 o'clock ആകുമ്പോൾ, അതായത് അതായത് നമ്മളെ മോർണിംഗ് ടൈം 4 o'clock ആയപ്പോൾ നമ്മളോട് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മോർണിംഗ് ഡോക്ടറല്ല സിസ്റ്റർമാരായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അത് നോർമലി വലിച്ചൂരിയപ്പോൾ അവർ പറഞ്ഞ് അത് നോർമലി എനിക്ക് വലിക്കുകയാണ് കേട്ടോ ചെയ്തത്, വലിച്ചൂരാണ് ചെയ്തത്. പക്ഷേ അത് നോർമലി വിഴേണ്ടിയതാണ്. പക്ഷേ എനിക്ക് അപ്പോഴും അപ്പോൾ തൊട്ടപ്പോൾ കുറച്ചൊക്കെ അത്യാവശ്യം വികസിച്ചിരിക്കുന്നു. ഇനി നമുക്ക് മരുന്ന് വെക്കാം, അപ്പോൾ എന്താ കഴിക്കാനുള്ളത് വെച്ചാൽ എന്നോട് പോയിട്ട് കഴിക്കാൻ പറഞ്ഞു ഫുഡ്. അങ്ങനെ ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ചപ്പോൾ 6 മണിക്ക്, ഞാൻ പറഞ്ഞല്ലോ 6 മണിക്കാണ് എൻ്റെ ലേബർ റൂമിൽ കയറ്റുന്നത്. ഇതാണ് അതിൻ്റെ ഇടയ്ക്ക് വന്നത്. അപ്പോൾ എനിക്ക് 5 മണിക്ക് ഇട്ടിട്ട് സുബൈക്കാണ് കേട്ടോ എൻ്റെ അത് ഇൻസേർട്ട് ചെയ്തത് ഊരുന്നത്. കാരണം അത്രയും നമുക്ക് ഇരിക്കാൻ പറ്റില്ല. വീഴേണ്ട ടൈം വെച്ചാൽ ചിലവർക്ക് 1 hour കൊണ്ട് വീഴും, ചിലവർക്ക് 2 hour 3 hour ഒക്കെ ആവും. എനിക്ക് അത്രയും ഹവേഴ്സ് വന്നിട്ട് പോലും എനിക്കത് വീണില്ല. എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് നോക്കുമ്പോൾ 3 or 4 o'clock തന്നെയാണ് കേട്ടോ മോർണിംഗ് ഞാൻ അതിൻ്റെ മീൻസ് ഡെലിവറിൻ്റെ അതിൻ്റെ അവിടേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളോട് പറയാൻ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ പറഞ്ഞത്. ഇതിൽ ഇനി ഒരുപാട് കമൻറ്റ്സ് വരും, ഇതിങ്ങനൊന്നല്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് കേട്ടോ ഇതിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ, നോർമലി ഒരു ട്യൂബാണ്, ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബബിൾസ് പോലെ വീർക്കും. അപ്പം നമ്മളെ യൂട്രസ്
ഇങ്ങനെ ഓപ്പൺ ആവുകയാണ് കേട്ടോ ചെയ്യുക. ഓപ്പൺ ആയി കഴിഞ്ഞാലാണ് നമുക്ക് ഡെലിവറി പെട്ടെന്ന് നടക്കുക. എന്നിട്ട് ആ ഡെലിവറി പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മളെന്താ പറയുക ഈ ഇത് വെക്കുന്നത്, ഈ കത്തീറ്റർ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. അന്ന് എന്നോട് കത്തീറ്റർ വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ ഇത് എന്താണ് ഈ കത്തീറ്റർ എന്നൊക്കെ. അപ്പോൾ ഉമ്മാനോട് പറഞ്ഞു ഇത് ട്യൂബാണ്, ഈ ട്യൂബ് ഇട്ടാലാണ് അവൾക്ക് വരുള്ളൂ എന്ന്. കാരണം എൻ്റെത് ജനുവരി 6 എനിക്ക് ഡോക്ടർ ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് എനിക്ക് എന്താ പറയുക ഈ പെയിന് വരാനും പിന്നെ അതുപോലെ കുട്ടി കുറച്ച് മുകളിലേക്ക് കയറി. ആദ്യം ഫസ്റ്റ് പറഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി, എന്നിട്ട് ഞാൻ എന്താ പറയുക കാലൊക്കെ കയറ്റി വെച്ച് അങ്ങനെയൊക്കെ കിടന്ന്. കാരണം വളർച്ച പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഇതിൽ എന്താണ് കുട്ടീനെ കുറേ ടൈം ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കേണ്ട വരുമെന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് വേണ്ട, അപ്പം നമുക്ക് ഡെലിവറി ടൈം ആകുമ്പോൾ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ UAE നാട്ടിലേക്ക് എത്തിയ ടൈമിലാണ് കേട്ടോ എൻ്റെ കുട്ടി താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കുറച്ച് കാലൊക്കെ പൊന്തിച്ച് അങ്ങനെ കിടന്ന നേരമായിട്ടാണ് ഞാൻ മേ ബി എൻ്റെ ഒരു ഓർമ്മ പ്രകാരം ഞാൻ കാണിക്കുന്നത് ഡിസംബർ 2021 ആ റേഞ്ചിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് 30ക്ക് വരാൻ പറഞ്ഞു. പിന്നെ ഡോക്ടറിന് 30ക്ക് ഞാൻ ഡോക്ടർ അവൈലബിൾ ആയിട്ടില്ല, 31 വരാൻ പറഞ്ഞു. കാരണം ഉമ്മാനോട് പറഞ്ഞത് കാരണം അവൾക്ക് കുറച്ച് ക്രിറ്റിക്കലാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം മേ ബി ഇത് C-സെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് UAE നിന്നുള്ള നമ്മളെ ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു C-സെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്, ആളൊരു സൈഡിലേക്ക് കയറിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു വാരിയലിൻ്റെ ഭാഗമൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ പെയിൻ ഉണ്ടായിരുന്നു, എനിക്ക് ടെൻഷനായിട്ട് പറയാൻ പറ്റുന്നില്ല കേട്ടോ, കൈയൊക്കെ വറക്കുന്നത്. അപ്പോൾ പെയിനുള്ള കാരണമാണ്. അങ്ങനെ ഞങ്ങൾ 31 എത്തിയപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ ഒരു ഇതൊക്കെ നമുക്ക് ആക്കിയത് കേട്ടോ. ട്യൂബ് വെച്ചിട്ടും അപ്പോഴും എനിക്ക് ഫുള്ളായിട്ട്, ചിലവർക്ക് ട്യൂബ് വെച്ച് കഴിഞ്ഞാൽ വേഗം പെയിന് വരും കേട്ടോ. പക്ഷേ എനിക്ക് ട്യൂബ് വെച്ചിട്ടും പെയിന് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ നോർമലി നമ്മൾ മറ്റേ ഗ്ലൂക്കോസ് അതിൽ കൂടെയാണ് കേട്ടോ ഇഞ്ചക്ഷൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറേ പേര് ഞാനിപ്പോൾ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്ക് വേഗം ഇത് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് കേട്ടോ. മീൻസ് എന്താ പറയുക പെയിന് വന്നിട്ടുണ്ടായിരുന്നു, ഇത് വെച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ അവൾക്കൊരു പെയിനും ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല പെയിൻ ഉണ്ടായിരുന്നു. കാരണം ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് യൂറിൻ പാസ് ചെയ്യാൻ വരെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു യൂറിൻ പാസ് ചെയ്യാൻ വരെ. നിങ്ങൾക്ക് ചിലവർക്ക് അത് കുഴപ്പമുണ്ടാവില്ല നോർമലി. കാരണം എനിക്ക് എന്തോ നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ നമുക്കൊരു ട്യൂബ് ഇട്ടാലുള്ള ഒരു അവസ്ഥ എന്താണെന്ന്. പക്ഷേ ആ ട്യൂബിനേക്കാളും ഇത് ഇത്തിരിയും കൂടിയും ഒരു വലിപ്പം ഉണ്ടാവും കേട്ടോ ഈ ഒരു ട്യൂബ്. കാരണം അതൊരു ബലൂണ് പോലെ ഉള്ളിൽ പോയാൽ വീർക്കും. ഈ വീർത്ത് കഴിഞ്ഞാൽ വീഴാഞ്ഞാലും നമുക്ക് പെയിനാണ്. അതാണ് എനിക്കുണ്ടായത് കേട്ടോ. ഈ ബലൂണ് വീർത്തിട്ട് അവിടെ നിന്ന് അത് ഇൻസേർട്ടിൽ നിന്ന് പുറത്തേക്ക് വരാത്ത കാരണം എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ വിചാരിച്ചു ഇത് ഡെലിവറി പെയിൻ ആണ് എന്നാണ്. രാത്രിയൊന്നും ഞാനൊരു പോളെ കണ്ണടച്ചിട്ടില്ല കേട്ടോ. അതൊരു 31 രാത്രി ഞാനൊരു പോളെ കണ്ണടച്ചിട്ടില്ല. ഞാൻ കുറേ അങ്ങോട്ട് നടക്കും. അങ്ങനെ എങ്ങനെയൊക്കെ 4 o'clock ആയപ്പോൾ 4 or 3 o'clock ആ റേഞ്ച് ആയപ്പോൾ എന്നെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഇനി മതി, ഇത്ര നേരം വെച്ചാൽ മതി പറഞ്ഞിട്ടാണ് ഇൻസേർട്ട് ഊരിയെടുത്തിട്ട് പിന്നെ ചായ എന്തെങ്കിലും കുടിക്കാൻ പറഞ്ഞ് അങ്ങനെ ആയിട്ടാണ്. പിന്നെ ഡെലിവറിൻ്റെ ബാക്കിയുള്ള ഭാഗമൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ വെറുതെ ഇതിങ്ങനെ നീട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ബാഡ് കമൻറ്റ്സ് വരാം, എന്നാലും എൻ്റെ ഒരു സബ്സ്ക്രൈബറിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. അതുപോലെ ഇൻസ്റ്റയിലും ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതിന് ഷെയർ ചെയ്ത് കൊടുത്തോണ്ട് കേട്ടോ. അങ്ങനെ നമുക്കൊരു കുറച്ച് മീൻസ് ലേഡീസ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് കേട്ടോ. അതൊക്കെ ചിലർക്കൊന്നും അറിയില്ല, ഇപ്പോഴും അറിയാത്ത ആൾക്കാർ എന്താണ് ഈ ട്യൂബ്. എനിക്ക് ട്യൂബ് വെച്ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വേറെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ ട്യൂബ്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഉണ്ടാന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും മീൻസ് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. ഞാൻ എൻ്റെ അനുഭവം നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറഞ്ഞു തരുന്നതാണ്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്